ഞാൻ രാമകൃഷ്ണൻ TB സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്ന് പോസിറ്റീവ് ടെറിട്ടറിയിലാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് മാർക്കറ്റുകൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ജപ്പാനിലെ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി അതുപോലെ തന്നെ ജപ്പാൻ ഇന്നോവേഷൻ പാർട്ടിയും തമ്മിലൊരു ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. പുതിയ പ്രൈം മിനിസ്റ്റർ സനെ തക്കായിച്ചിയുടെ ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ഈ രണ്ട് പാർട്ടികൾക്കും കൂടി 231 സീറ്റുണ്ട്. 2 സീറ്റ് മാത്രമാണ് ഭൂരിപക്ഷത്തിന് കുറവുള്ളത്. പക്ഷേ പ്രതിപക്ഷങ്ങൾ തമ്മിലടിച്ച് നിൽക്കുന്ന കാരണം തീർച്ചയായിട്ടും ജപ്പാനിൽ പുതിയ പ്രൈം മിനിസ്റ്ററായി സനെ തക്കായിച്ചിനെ തിരഞ്ഞെടുക്കുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻസിലാണ് ഇന്ന് ജാപ്പനീസ് മാർക്കറ്റുകൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിൽ ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് നിക്കായി 49,000 ക്രോസ് ചെയ്തിരിക്കുകയാണ്. സനെ തക്കായിച്ചി ലിബറൽ പോളിസികളെ സപ്പോർട്ട് ചെയ്യുന്ന അതുപോലെ തന്നെ റിഫോംസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൈം മിനിസ്റ്ററാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് ജപ്പാനിലുള്ളതിന് കാരണം. അതേസമയം ചൈനീസ് GDP ഡാറ്റ അനൗൺസ് ചെയ്തിരുന്നു. Q3 GDP ഡാറ്റ ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. 4.8%. Q2 GDP 5.2% അതുകൊണ്ട് തന്നെ ചൈനയിൽ വീണ്ടും സ്റ്റിമുലസ് പാക്കേജുകൾ അനൗൺസ്മെൻ്റ് ഉണ്ടാവുമെന്നുള്ള എക്സ്പെക്റ്റേഷനിൽ ചൈനീസ് മാർക്കറ്റുകളും ബെറ്ററാണ്. ഒപ്പം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 4 ദിവസത്തെ പ്ലീനം ഇന്ന് ആരംഭിക്കുകയാണ്. അടുത്ത 5 വർഷത്തേക്കുള്ള എക്കണോമിക് പോളിസികൾ ഫോം ചെയ്യാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഈ 2 ഇവൻറ്റുകളാണ് ചൈനയിൽ ഇന്ന് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് അമേരിക്കൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു. അതേസമയം യൂറോപ്പ് താഴെയായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിൽ റിക്കവറി നടത്തിയിരുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. നാളെയാണ് ദീപാവലി മുഹൂർത്ത വ്യാപാരം. സംവാദ് 2081 എന്ന് അവസാനിക്കുകയാണ്. നാളെ മുതൽ 2082 ആരംഭിക്കുകയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന നല്ല റിട്ടേൺസ് ആണ് സംവാദ് 2082. ഒപ്പം നമ്മൾ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ സ്പോട്ട് ഗോൾഡ് ഇന്ന് വീണ്ടും മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $4,262 പെർ ഔൺസിനാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. സിൽവർ $52 പെർ ഔൺസിനാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ഈ 2 കൗണ്ടറുകളിലും കണ്ടിരുന്നു. കുറച്ച് ദിവസത്തേക്ക് ഗോൾഡിലും സിൽവറിലും നല്ല വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ മാത്രമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ദീപാവലി മുഹൂർത്ത വ്യാപാരം തന്നെയാണ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ ഈ ആഴ്ചയിൽ നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് വെക്കുമെന്നുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ബാങ്ക് നിഫ്റ്റി അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിയൊക്കെ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നും നമ്മൾ മോർണിംഗിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പുതിയ റെക്കോർഡ് ഹൈ തന്നെയാണ് ഫിൻ നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ ശനിയാഴ്ച പുറത്തു വന്നിട്ടുള്ള ബാങ്കിങ് റിസൾട്ടുകളെല്ലാം തന്നെ വളരെ പോസിറ്റീവാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ബാങ്ക് നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലും ഇന്ന് മോർണിംഗിൽ കാണാം. അതോടൊപ്പം തന്നെ ദീപാവലി സീസൺ ആരംഭിക്കുകയാണ്, ഫെസ്റ്റിവൽ സീസൺ ആരംഭിക്കുകയാണ്. ഒപ്പം പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻസും ഈ ഫെസ്റ്റിവൽ സീസൺ അവസാനിച്ചതിന് ശേഷം ഉണ്ടാവും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. തീർച്ചയായിട്ടും ഫെബ്രുവരി 1 യൂണിയൻ ബഡ്ജറ്റ് വരാൻ പോകുന്നത്. അതിനു മുമ്പ് നവംബറിൽ തന്നെ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻസ് ആരംഭിക്കും. അതിൻ്റേതായ പോസിറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ US ഇന്ത്യ ട്രേഡ് ഡിസ്കഷൻ നല്ല രീതിയിൽ പര്യവസാനിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവ് ഡേയ്സ് ആണ് എഹെഡ് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് മാർക്കറ്റിൽ വീണ്ടും നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണുന്നത്. അതോടൊപ്പം തന്നെ വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ ഇപ്പോൾ കംഫർട്ടബിൾ ലെവലിൽ തന്നെയാണ്. ഒപ്പം എക്സ്പോർട്ട് ഡാറ്റ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ US എക്സ്പോർട്സ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് രാജ്യങ്ങളിലേക്കുള്ള എക്സ്പോർട്സ് കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ US ഡെഫിഷ്യൻസി മറ്റ് രാജ്യങ്ങളിൽ കോമ്പൻസേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. GST റിഡക്ഷന് ശേഷമുള്ള ഫെസ്റ്റിവൽ സീസണിൽ റെക്കോർഡ് സെയിൽസ് ആണ്. ഓട്ടോമൊബൈൽ, വൈറ്റ്സ് ഗുഡ്സ് അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസുകൾക്കൊക്കെ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരുന്ന മിഡ് വെസ്റ്റ് IPO 92.36 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. നല്ല ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്.
RBL ബാങ്ക് നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ്. RBL ബാങ്കിനെ എമിറേറ്റ്സ് NBD ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. ഓപ്പൺ ഓഫറും അനൗൺസ് ചെയ്തിട്ടുണ്ട്. 280 രൂപ പെർ ഷെയർ ആണ് ഓപ്പൺ ഓഫർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ MCX നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നല്ല രീതിയിലുള്ള വോളിയം ഇൻക്രീസ് ആണ്. ഗോൾഡ് പ്രൈസിലും സിൽവർ പ്രൈസിലും ക്രൂഡ് ഓയിൽ പ്രൈസിലും ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് MCXന് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും MCXനെ സംബന്ധിച്ച് നല്ല ഡേയ്സ് ആണ് ഹെഡ്. പ്രീവിയസ് ടോപ്പ് കട്ട് ചെയ്തുകൊണ്ട് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം വൊക്കാർഡ് നല്ലൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി ആയിട്ടുള്ള ടൈഅപ്പിൽ വൊക്കാർഡ് ഒരു പുതിയ ആൻറ്റിബയോട്ടിക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ മെയ്ഡ് ആൻറ്റിബയോട്ടിക് ആണ് നാഫിത്രോമൈസിൻ. ഇതും ഒരു പോസിറ്റീവ് ന്യൂസാണ് വൊക്കാർഡിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ധാരാളം ന്യൂസ് ഫ്ലോസ് ഉണ്ട്. HSBC നമ്മൾ വിദേശ സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ HSBC NVIDIAയുടെ ടാർഗറ്റ് പ്രൈസ് $320 പെർ ഷെയർ ആയിട്ട് ഉയർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ AMDയുടെ സ്റ്റോക്ക് പ്രൈസ് $300 ആയിട്ട് ഉയർത്തിയിരിക്കുകയാണ്. ഒപ്പം സാംസങ്ങിൻ്റെ സ്റ്റോക്ക് പ്രൈസും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സെയിൽ ഫോഴ്സ് ഗോൾഡ്മാൻ സാക്സ് $385 പെർ ഷെയർ ആയിട്ട് ഉയർത്തിയിരിക്കുകയാണ്. അറൗണ്ട് $100 ഹൈക്കാണ് കറണ്ട് പ്രൈസിൽ നിന്ന് ഈ സ്റ്റോക്കുകൾക്കൊക്കെ കൊടുത്തിട്ടുള്ള പുതിയ ടാർഗറ്റുകൾ. പോസിറ്റീവ് ന്യൂസാണ് ഈ ഫോറിൻ സ്റ്റോക്കുകളെ സംബന്ധിച്ച്. RVNL 144 കോടി രൂപ ഓർഡർ ബാഗിയും ലോവസ്റ്റ് ബിഡറായിട്ട് വന്നിരിക്കുകയാണ് ഒരു ബിഡിങ്ങിൽ. സീമെക്സിൻ്റെ CMEX 3 വെസൽസ് കമ്മീഷൻ ചെയ്യാണ്. പോസിറ്റീവ് ന്യൂസാണ്. ഷിപ്പിംഗ് കമ്പനിയാണ് സീമെക്ക്. ജെനസിസ് ഇൻ്റർനാഷണൽ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിളിൽ നിന്ന് നേറ്റീവ് നാവിഗേഷൻ സിസ്റ്റത്തിനും അഡാസിനുള്ള ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ജെനസിസ് ഇൻ്റർനാഷണൽ സംബന്ധിച്ച് പോസിറ്റീവാണ്. HAL തേർഡ് പ്രൊഡക്ഷൻ ലൈൻ ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്. MK1A കോമ്പാറ്റ് എയർക്രാഫ്റ്റുകൾക്കാണ്. അതോടൊപ്പം തന്നെ സെക്കൻഡ് പ്രൊഡക്ഷൻ ലൈനും കൂടി ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ടർബോ ട്രെയിനർ ലൈറ്റ് എയർക്രാഫ്റ്റിന് വേണ്ടിയുള്ള ഒരു പ്രൊഡക്ഷൻ ലൈനാണ്. HALനെ സംബന്ധിച്ച് രണ്ട് ന്യൂസുകളും പോസിറ്റീവാണ്. മസഗൻ ഡോക്ക് ഒരു JV ഫോം ചെയ്തിട്ടുണ്ട്. നേവൽ ഗ്രൂപ്പ് ഫ്രാൻസ് ആയിട്ട് സ്കോർപിയൻ സബ്മറൈൻസ് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു JV ആണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ന്യൂജൻ സോഫ്റ്റ്വെയർ 46.54 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോയ്ഡ് എൻ്റർപ്രൈസസ് അവരുടെ 170 ഏക്കർ ലാൻഡ് ഉണ്ട് മുംബൈയിൽ കൊപ്പോളിൽ. അത് റെസിഡൻഷ്യൽ പർപ്പസിന് ഡെവലപ്പ് ചെയ്യാനുള്ള JVയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ലോയ്ഡ് എൻ്റർപ്രൈസസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇർക്കോൺ ഇൻ്റർനാഷണലിൽ 360 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. പെട്രോനെറ്റിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ വെള്ളിയാഴ്ച ബയേഴ്സ് ആയിരുന്നു. 308.98 കോടി രൂപ സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഒപ്പം ഡൊമസ്റ്റിക് ഫണ്ടുകളും ബയേഴ്സ് ആയിരുന്നു. 1526.61 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ബയേഴ്സ് ആയിരുന്നു വെള്ളിയാഴ്ചയും കഴിഞ്ഞ ആഴ്ചയിൽ. പൊതുവെ എല്ലാ ദിവസങ്ങളിലും രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബയേഴ്സ് ആയിരുന്നു. PTC ഇൻഡസ്ട്രീസ് JV ഫോം ചെയ്തിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഭാരത് ഡൈനാമിക്സ് ആയിട്ടാണ് JV വന്നിരിക്കുന്നത്. പ്രൊപ്പൽഷൻ സിസ്റ്റത്തിനും അതുപോലെ തന്നെ ഗൈഡഡ് ബോംബ്സും ഗൈഡഡ് മിസൈൽസൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു JV ആണ്. പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം അവരുടെ ടൈറ്റാനിയം സൂപ്പർ അലോയ് പ്ലാന്റും കൂടി UPയിൽ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ PTC ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. നാളെയാണ് മുഹൂർത്ത വ്യാപാരം. ഉച്ചതിരിഞ്ഞ് 1:45 മുതൽ 2:45 വരെയാണ്. 1957 ശേഷം ആദ്യമായിട്ടാണ് മുഹൂർത്ത വ്യാപാരത്തിൻ്റെ ടൈം മാറ്റുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണ രീതിയിൽ വൈകുന്നേരമാണ് മുഹൂർത്ത വ്യാപാരം വരാതെ. ഇനി മുതൽ ഉച്ചയ്ക്ക് 1:45 മുതൽ 2:45 ഓരോ ഇയറും മൈനർ വേരിയേഷനൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ നാളെ മുഹൂർത്ത വ്യാപാരം ആരംഭിക്കുകയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നല്ല ഒരു മൂവ്മെൻ്റാണ് ഇന്നും നാളെയും അതുപോലെ ഈ ആഴ്ചയിലൊക്കെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് മാർക്കറ്റിലിരിക്കുക. ബാങ്കിങ് സ്റ്റോക്കുകൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ വളരെ പോസിറ്റീവാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും നല്ലൊരു മാർക്കറ്റ് ഓപ്പണിംഗ് എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഇരിക്കാം. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ആഴ്ചയിൽ ഒരു പക്ഷേ നിഫ്റ്റി സെൻസെക്സ്
പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തെന്നുള്ളൊരു കാര്യമാണ്. ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഓൾറെഡി റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ നിഫ്റ്റി തീർച്ചയായിട്ടും നിഫ്റ്റിയും സെൻസസും റെക്കോർഡ് ഹൈ ഹിറ്റ് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1907 കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1908 എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത്. ഇന്നാണ് അവസാനത്തെ ദിവസം കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട്. അവർ സബ്സിഡിയറി മാത്രമേ ഇനി മുതലുണ്ടാവുള്ളൂ. 117 വർഷത്തെ ചരിത്രം ഉണ്ടായിരുന്നു. സെബിയുടെ ഇൻ്റർവെൻഷന് ശേഷം ഇന്ന് കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അപ്രൂവലും കൂടി അവസാനിക്കുകയാണ്. ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ള ന്യൂസാണ്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഹിസ്റ്ററിയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന മാറ്റങ്ങൾ ഒന്ന് ഇൻറ്റിമേറ്റ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ, അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു ദീപാവലിയും കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.